ആറുകാലാതി എണ്ണ. മഞ്ഞപ്പിത്തം അഥവാ കാമിലയ്ക്ക് ഇൻഡിക്കേഷനുള്ള എണ്ണയാണ് ആറുകാലാതി. എന്നാൽ ശിരോ അഭ്യംഗം ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത്. ശിരശൂലം, ദാഹപ്രശമനം, കർണനാദം തുടങ്ങിയ കാമിലയുടെ ഉപദ്രവങ്ങളാണ് ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അരിമേധാതി തൈലം. മുഖരോഗ പ്രകരണത്തിൽ പറഞ്ഞിട്ടുള്ള തൈലമാണ് അരിമേധാതി തൈലം. ത്രിദോഷഹരമാണെങ്കിലും കഫപിത്ത ശമനം, രക്തസ്തംഭനം, ദന്തദാർഢ്യകൃത്ത്, ദന്ത്യം, പാകഹരം, ശൂലഹരം, വ്രണരോപണം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാം. ചലദന്തം, ഗളരോഗം, ടീത്ത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇതിനെല്ലാം ഇൻഡിക്കേഷൻ ഉണ്ട്. അസനവില്വാദി കേരതൈലം. ഉഷ്ണവീര്യം, പ്രത്യേകിച്ചും കഫവാതശമനം, രക്തപ്രസാദനം, ബല്യം, നേത്രരോഗം, കർണരോഗം, ശിരോരോഗം, വാതജ ശിരശൂലം, പ്രത്യേകിച്ചും ടെൻഷൻ, ഹെഡേക്ക്, ട്രൈജെമിനൽ ന്യൂറാൾജിയ, ബെൽസ് പാൾസി തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാം. നാലാമത്തേതാണ് അസന മഞ്ചിഷ്ടാദി തൈലം. നയനരോഗം, കർണരോഗം, ശിരോരോഗം ഇവയ്ക്ക് ഉപയോഗിക്കാം. ത്രിദോഷഹരം, പ്രത്യേകിച്ചും പിത്തവാതശമനം, ചക്ഷുഷ്യം, കേശ്യം, ത്വച്യം, ദാഹപ്രശമനം, ശീതവീര്യം, മൈഗ്രെയിൻ, വാസ്കുലർ ഹെഡേക്ക്, ഇൻസോംനിയ തുടങ്ങിയവയ്ക്കാണ് ഇൻഡിക്കേഷൻ. അഷ്ടപത്രാദി കേരതൈലമാണ് ഇനിയുള്ളത്. ബാലചികിത്സയിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കേരതൈലമാണ് അഷ്ടപത്രാദി കേരതൈലം. പ്രത്യേകിച്ചും തലയിലുണ്ടാകുന്ന ചൊറി, ചിരങ്ങ് തുടങ്ങിയ ബാലവിസർപ്പത്തിന് പ്രത്യേകം ഇൻഡിക്കേറ്റഡ് ആണ്. തലയിൽ നിന്നും താഴേക്ക് വ്യാപിക്കുന്ന വിസർപ്പത്തിലാണ് ഇത് കൂടുതലും അഭ്യംഗത്തിനായി ഉപയോഗിക്കുന്നത്.